മിസ്സിംഗ് ഫിഗേഴ്സ് തന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനും കൂടി ചെയ്തു നോക്കാം. ഒരുപാട് ഇല്ലസ്ട്രേഷൻസും പ്രോബ്ലംസും ഫിഗർ ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്ന് ക്ലിയർ ആക്കാനും മനസ്സിലാവുള്ളൂ. എന്ന് മാത്രം എക്സാമിന് ആ ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ. സോ ഇല്ലസ്ട്രേഷൻ നമ്പർ 16. Mr. T.P. Sukumar was carrying on business as a sole trader but had not kept his books properly. You are asked to prepare his final accounts for the year ended 31st December 2016. Summary of his cash book. Balance of cash on 1/1/2016 rupees 6,150. Receipts from debtors 41,450. Personal drawings rupees 3,500. Payments to creditors 32,600. Salaries rupees 2,500. Rent rupees 1,400. Electricity charges rupees 275, printing and stationery rupees 340, advertising rupees 460. His other assets and liabilities were given. Opening and closing തന്നിട്ടുണ്ട്. debtors, creditors, outstanding rent, outstanding electricity charges, outstanding advertisement. അതിൻ്റെ ഓപ്പണിംഗ് തന്നിട്ടില്ല, ക്ലോസിംഗ് മാത്രമേ തന്നിട്ടുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് closing stock valued at rupees 5,200, but he has no record of 31st December 15. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നിങ്ങളുടെ കയ്യിലില്ല. He informs you that he sells his goods at cost plus 33 1/3%. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് 33 1/3% ആണ്. എന്നിട്ട് നിങ്ങളോട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ട് നിങ്ങളുടെ ക്വസ്റ്റൻ ഡയറക്ട്ലി തന്നു. ഹാസ് നോട്ട് ഗിവൺ ദിസ് ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. പിന്നീട് എന്തിൻ്റെയൊക്കെയാണ് ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുഴപ്പമില്ല. പക്ഷേ എന്തായിരുന്നു നിങ്ങളുടെ പേർച്ചേസിൻ്റെയോ സെയിൽസിൻ്റെയോ ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്വസ്റ്റനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ വേണ്ടുന്ന 2 ഐറ്റംസ് ആണ് പേർച്ചേസിൻ്റെതും ഓപ്പണിംഗ് സ്റ്റോക്ക്, പേർച്ചേസ്, ക്ലോസിങ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പേർച്ചേസ്, ക്ലോസിംഗ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പേർച്ചേസും സെയിൽസും, ഇത് 3 ഫിഗേഴ്സും തന്നിട്ടില്ല. സോ ക്രെഡിറ്റ്, സെയിൽസ് ആൻഡ് പേർച്ചേസസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ദി പ്രിപ്പയറിംഗ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അത് നമുക്കറിയാം, അത് പ്രിപ്പയർ ചെയ്യാൻ. അടുത്തതായിട്ട് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ഇസ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ പ്രിപ്പയറിംഗ് ക്യാഷ് അക്കൗണ്ട്. അടുത്തതായി ക്യാഷിൻ്റെ ബാലൻസ് അല്ലേ, ക്യാഷ് ബാലൻസ് ഉണ്ട് നിങ്ങളുടെ ക്വസ്റ്റനിൽ. ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. സമ്മറി ഓഫ് ഹിസ് ക്യാഷ് ബുക്ക്, ബാലൻസ് ഓൺ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, പക്ഷേ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടില്ല. ബാക്കി ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമുക്ക് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് എന്താണ്, പ്രിപ്പയറിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വഴി ഓപ്പണിംഗ് ക്യാപിറ്റൽ, നിങ്ങളുടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ അത് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്പണിംഗ് ക്യാപിറ്റലാണ് ഇവിടെ തരാത്തത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മെത്തേഡ് ത്രൂ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ 4 സ്റ്റെപ്സ് ആണ് നമുക്ക് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പേർച്ചേസും കണ്ടുപിടിക്കാം. ക്രെഡിറ്റ് സെയിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡീറ്റെയിൽസ്, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് എഴുതുക. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും 2 സ്ഥലത്തും അതാത് സ്ഥലത്ത് എഴുതുക. നമുക്കറിയാം ഡെറ്റേഴ്സ് ഇസ് ആൻ അസെറ്റ്, സോ വി ഹാവ് ടു ഡെബിറ്റ് ദിസ് ഓപ്പണിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസിനെ ക്രെഡിറ്റും ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ഡെറ്റേഴ്സിന് എഫക്ട് ചെയ്യുന്നത്. ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഇതിന് കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഈ ക്യാഷ് ബുക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് 41,450 എന്നുള്ള ഫിഗർ ഉണ്ട്. ആ ഫിഗർ എന്താണ്, ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ക്യാഷ് എന്ത് ചെയ്യണം, ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയണം ക്യാഷ് ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ. സോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് കുറയുന്നതുകൊണ്ടാണ് ഇപ്പുറത്തെ ഭാഗത്ത് എഴുതുന്നത് 41,450 കുറഞ്ഞു പൈസ ഡെറ്റേഴ്സിൻ്റെ ബാലൻസ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ചെയ്യുക 46,615 മൈനസ് 3,475 എന്നുള്ള ബാലൻസ് ചെയ്യുന്ന സമയത്ത് 43,140 എന്നുള്ള ഫിഗർ കിട്ടും. വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റും ബാഡ് ഡെറ്റിൻ്റെ കേസിലോ ഡിസ്കൗണ്ട് കൊടുത്തു എന്നോ ഒന്നും തന്നെ പറയാത്തത് കൊണ്ട് തന്നെ വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ബാക്കിയുള്ള ടോട്ടൽ ബാലൻസ്, ദിസ് ഇസ് ആർ ബാലൻസിങ് ഫിഗർ, ദാറ്റ് ഇസ് ക്രെഡിറ്റ് സെയിൽസ്. അങ്ങനെ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും സെയിം ലൈക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതുക. ഇവിടെ ശ്രദ്ധിച്ച ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് ഒരു ലയബിലിറ്റി ആണ്, അതുകൊണ്ടാണ് ക്രെഡിറ്റ് ബാലൻസ്.
പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ അത് കണ്ടു. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് 32,600 എന്നുള്ള ക്യാഷ് ബുക്കിന്റെ സമ്മറിയിൽ തന്നിട്ടുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് കുറയാണ്. ഡെറ്റേഴ്സിന്റെ പോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് കുറയുന്നത് കൊണ്ട് നേരത്തെ പോലെ നോക്കി ശ്രദ്ധിച്ച് ഇപ്പുറത്തെ ഭാഗത്താണ് എഴുതുന്നത്. എന്തുകൊണ്ടാണ്? ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസിന് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ. അതുകൊണ്ട് അത് കുറയുന്നത് കൊണ്ട് ക്യാഷ് കൊടുത്ത് തീർക്കുക, നമ്മൾ ലയബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. ലയബിലിറ്റി കുറയുന്നതുകൊണ്ടാണ് 32,600 എഴുതുന്നത് ഇപ്പുറത്തെ ഭാഗത്ത്. അതിനുശേഷം എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്യുന്നു. 36,200 നിന്നും 1,500 മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഈ ഫിഗറാണ് ബാലൻസിങ് ഫിഗർ, വിച്ച് ഇസ് ആർ ക്രെഡിറ്റ് പർച്ചേസ്. 34,700 കിട്ടിക്കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പറഞ്ഞു സെക്കൻഡ് സൊല്യൂഷനിലെ പോയിന്റ് നമ്പർ സെക്കൻഡ് ആയിട്ട് വരുന്നത് ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് എഴുതുക. എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ് തന്നിട്ടുള്ള ക്യാഷ് ബുക്കിനെ എഫക്ട് ചെയ്യുന്നത്? സമ്മറി ഓഫ് ബാലൻസ് ഓഫ് ക്യാഷ് എഴുതി കഴിഞ്ഞു. റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് കിട്ടുക എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഡെബിറ്റ് ബാലൻസ് തന്നെ 100 ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 41,140 എഴുതുന്നു. അടുത്തതായി ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് അല്ലേ. ക്രെഡിറ്റ് പേഴ്സണൽ ഡ്രോയിങ്സ്, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് 32,600, സാലറി, റെന്റ്. അപ്പോൾ അതൊക്കെ എഴുതുക. ക്രെഡിറ്റേഴ്സ് എഴുതുന്നു, സാലറീസ്, റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജസും അതെവിടെയാണ് തന്നിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ചാർജസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസിങ്, ഇത്രയും എക്സ്പെൻസസ് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അത്രയും എക്സ്പെൻസസ് നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ഡ്രോയിങ്സ് അടക്കമുള്ള എക്സ്പെൻസസ് എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്കിത് ബാലൻസ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നു. ദാറ്റ് ഇസ് ആർ ബാലൻസിങ് ഫിഗർ 6,525 എന്നുള്ള ഫിഗർ കിട്ടുന്നു. ഇത് ഈ ഭാഗത്ത് ടോട്ടൽ ചെയ്യുന്നു 47,600. ഇതുവരെയുള്ള ഫിഗർ വരെ ടോട്ടൽ ചെയ്യുന്നു. ആ ഫിഗർ ഈ 47,600 നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് 6,525 എന്നുള്ള ബാലൻസിങ് ഫിഗർ കിട്ടുന്നു. അങ്ങനെ നമുക്ക് ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞു. നമുക്കറിയാം ക്യാഷ് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഒരു അസെറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് അസർട്ടൈൻ ചെയ്യുന്നത്. അതിനുശേഷം അടുത്തതായി നമുക്ക് അറിയാത്തൊരു ഫിഗറാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഫിഗർ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്കറിയാം ഒരു കോസ്റ്റ് ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസ്, സെയിൽസിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. സെയിൽസിന്റെ ഫിഗർ ഡയറക്ട്ലി തന്നിട്ടില്ല. നമ്മൾ എസ്യൂം ചെയ്യുന്നതാണ് ടോട്ടൽ സെയിൽസ് അക്കൗണ്ട്, നമ്മൾ ടോട്ടൽ പർച്ചേസ് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ക്രെഡിറ്റ് സെയിൽസ് അസർട്ടൈൻ ചെയ്തു അല്ലെ. 43,140. വേറെ ക്യാഷ് സെയിൽസ്, ക്യാഷ് ബുക്കിൻ്റെ അകത്ത് സെയിൽസിന്റെ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നിട്ടില്ല. വിച്ച് മീൻസ് ദർ ഇസ് നോ ക്യാഷ് സെയിൽസ് ഇൻ ദിസ് ഇയർ. സോ ഓൺലി ക്രെഡിറ്റ് സെയിൽസ് ആണ് എന്ന് നമ്മൾ എസ്യൂം ചെയ്യാണ്. 43,140. അപ്പോൾ സെയിൽസ് ഫോർ ദി ഇയർ ആയിട്ട് ഈ 43,140 നമ്മൾ എഴുതുന്നു. സെയിൽസ് നമുക്കറിയാം COGS ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്. അതാണല്ലോ കോസ്റ്റ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ പർച്ചേസും അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് സെയിൽസ് കിട്ടുക. അപ്പോൾ ഇപ്പം നമുക്കുള്ള ഫിഗർ എന്താണ്, നമ്മൾ സെയിൽസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസിന്റെ ഫിഗർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് കിട്ടും അല്ലെ. ലാഭം, സെയിൽസിന്റെ ടോട്ടൽ ഫിഗറിൽ നിന്നും ലാഭം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കിട്ടുമല്ലോ. നമുക്ക് എങ്ങനെയാണ് ഇവിടെ ലാഭം കണ്ടുപിടിക്കുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കിയേ. he informs you that he sells his goods at cost plus 33.1/3%. ലാഭത്തിന്റെ മുകളിൽ 33.33% അല്ലെങ്കിൽ 33 ആണ് അവർ ലാഭം ഇതാക്കുന്നത്. അപ്പോൾ കോസ്റ്റിന്റെ മുകളിൽ 33% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിൽസിന്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും, 25% ആയിരിക്കും. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 33% ഓൺ കോസ്റ്റ് മീൻസ് 25% ഓൺ സെയിൽസ്. അപ്പോൾ സെയിൽസിന്റെ ഫിഗർ ഇതിന്റെ മുകളിൽ 43,140 മുകളിൽ 25% ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഭം എത്രയാണെന്ന് കിട്ടി. 10,785 എന്നുള്ള ഫിഗർ കിട്ടും. അത് കണ്ടുപിടിക്കുന്നത് വഴി സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതിനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ദാറ്റ് ഇസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു 32,355 എന്നുള്ള ഫിഗർ കിട്ടിക്കഴിഞ്ഞു. ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ട ഫിഗർ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു COGS പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ്. ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ ബ്രാക്കറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഇപ്പുറത്തെ ഭാഗത്ത് ഇടുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഓപ്പോസിറ്റ് സിമ്പിൾസ് ഒക്കെ പ്ലസ് ഉള്ളത് മൈനസ് ആവുകയും മൈനസ് ഉള്ളത് പ്ലസ് ആവുകയും ചെയ്യും. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ്. പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മൈനസ് പർച്ചേസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്രെഡിറ്റ് ടോട്ടൽ
ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കണ്ടുപിടിച്ച ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ് 34,700 എന്നുള്ള ഈ ഫിഗറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 34,700 പർച്ചേസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ബേസിസിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ. 2,855 എന്നുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2015 15 ആണ് ഡേറ്റ്. 31st December 2015. ലയബിലിറ്റീസും അസറ്റും പ്രിപ്പയർ ചെയ്യുന്നു. ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അത് എഴുതുക 1,500. ഇവിടെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് എന്തൊക്കെയാണ്? ഡെറ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് ഇത് 15 ആണ് അല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31/12/2015. ആ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഡെറ്റേഴ്സിന്റെ ബാലൻസ് അങ്ങനെ തന്നെ എഴുതുന്നു, മാറിപ്പോകാണ്ട് എഴുതണം. ഈ ഫിഗേഴ്സ് നമ്മൾ മാറിപ്പോയത്. ക്രെഡിറ്റേഴ്സ് 1,500 ഇവിടെ എഴുതി. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഇലക്ട്രിസിറ്റി ചാർജസും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 240. അഡ്വർടൈസിങ് ഓപ്പണിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് ഇവിടെ എഴുതി പോകരുത്. 240. സ്റ്റോക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? സ്റ്റോക്ക് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് 2,855. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫിഗർ ഇവിടെ കിട്ടില്ല. ഈ സ്റ്റോക്ക് നമ്മൾ ഇതിന് മുന്നേ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2,855 എന്നുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അന്ന് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. 2,855. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡെറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം ഓപ്പണിംഗിലുള്ള ഒരു ഐറ്റംസും ബാലൻസ് ഷീറ്റ് ഐറ്റവും മിസ്സായതില്ല ഉറപ്പുവരുത്തിയതിനു ശേഷം ടോട്ടൽ ചെയ്യുന്നു. ഈ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഇസ് ആർ ഓപ്പണിംഗ് ക്യാപിറ്റൽ 10,740. ഇത്രയും കാര്യങ്ങളായതിനു ശേഷം നിങ്ങളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞു, ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞു, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കിട്ടിക്കഴിഞ്ഞു, ഓപ്പണിംഗ് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും ഫിഗർ കിട്ടിക്കഴിഞ്ഞു. ഇത്രയും കിട്ടിയതിന് ശേഷം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 31/12 ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2016. അങ്ങനെ ഹെഡിങ് കൊടുക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 2,855 നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഫിഗർ. പർച്ചേസസ് നിങ്ങളുടെ ക്രെഡിറ്റ് പർച്ചേസസ്, സെയിൽസ് 43,140 ക്രെഡിറ്റ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. GP നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. ഇത്രയും പോർഷൻ എഴുതി ഈ 4 ഐറ്റവും എഴുതി കഴിഞ്ഞതിന് ശേഷം 48,340 എന്നുള്ള ഫിഗർ മൈനസ് ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള ടോട്ടൽ എത്രയാണോ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ GP കിട്ടും. അതല്ലാതെ തന്നെ ഈ 43,140ന്റെ 25% ആണ് എന്ന് നമുക്കറിയാം. ആ രീതിയിലും GP കിട്ടും. നമ്മൾ നോർമലി ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ടാണ് GP കണ്ടുപിടിക്കുന്നത്. അതേ മെത്തേഡ് തന്നെ ഇവിടെയും GP കണ്ടുപിടിക്കാം. അങ്ങനെ GP കണ്ടുപിടിച്ച GP ഹാസ് ടു ബി ബ്രോട്ട് ഡൗൺ to this profit and loss account 10,785. After that all these indirect expenses, salaries തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എവിടെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്യാഷ് ബുക്കിന്റെ ബാലൻസസ് തന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സാലറീസ് 2,400, റെന്റ് 1,400, ഇലക്ട്രിസിറ്റി ചാർജസ് 275, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് സാലറീസ് 2,500 ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. റെന്റ് ഉണ്ട് അല്ലേ? റെന്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഓപ്പണിങ്ങിൻ്റെ അകത്ത് തന്നിരിക്കുന്ന റെന്റിൻ്റെ അകത്ത് ശ്രദ്ധിച്ചേ. ഈ വർഷം 2015 ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ചാർജസ് ഉണ്ട്, അഡ്വർടൈസിങ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 2016 അപ്പോൾ എന്ത് ശ്രദ്ധിക്കണം? റെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു 1,400 ആണ് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് തന്നിരിക്കുന്ന 1,400. ആ 1,400 എഴുതിയതിന് ശേഷം those expenses outstanding relating to 2015 has to be deducted and outstanding for the year of 2016 has to be added with the concerned expense, that is rent. മനസ്സിലായല്ലോ? 2015 ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ആയിട്ടുള്ള 200 മൈനസ് ചെയ്യുകയും അതിൻ്റെ കൂടെ ഈ വർഷത്തെ 2016 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റെന്റിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് 300 rupees ആഡ് ചെയ്യുകയും വേണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് മൈനസ് ചെയ്യുന്നു, ഈ വർഷത്തെ 2016 ഔട്ട്സ്റ്റാൻഡിംഗ് ആഡും ചെയ്യുന്നു 300. സെയിം ലൈക്കാണ് ഇലക്ട്രിസിറ്റിൻ്റെതും പറയുന്നത്. ഇലക്ട്രിസിറ്റി ചാർജസിൻ്റെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 275 ആണ് ക്യാഷ് ബുക്കിൽ തന്നിട്ടുള്ളത്. ആദ്യം തന്നെ ക്യാഷ് ബുക്കിൽ 275 ഇത് എഴുതുന്നു. അതിനുശേഷം ഓപ്പണിംഗ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് 40 rupees എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം.
40 റുപ്പീസ് മൈനസ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് 2016 25 റുപ്പീസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ 260 എന്നുള്ള ഔട്ടർ ഫിഗറിൽ ഇടുന്നു. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വേറെ എക്സ്പെൻസസ് ഒന്നുമില്ല. അഡ്വർടൈസിംഗ് ഉണ്ട്. അഡ്വർടൈസിംഗിൽ ഇവിടെ ഈ പഴയ വർഷത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി തന്ന 300 റുപ്പീസ് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ആഡ് ചെയ്യുന്നു, 760 കിട്ടുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം ഇൻഡയറക്റ്റ് ഇൻകം എന്തെങ്കിലും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഇവിടെ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് 10,785 നിന്നും ഈ ടോട്ടൽ ഫിഗർ, ഇത്രയും ഫിഗറിൻ്റെ ടോട്ടൽ ചെയ്തിട്ട് അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു ദി ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അടുത്തതായി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2016 ലയബിലിറ്റീസും അസറ്റും എഴുതുക. നിങ്ങളുടെ ക്ലോസിംഗ് ബാലൻസസ് തന്നിട്ടുള്ള ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സും ക്യാഷ് ഇൻ ഹാൻഡും സ്റ്റോക്കും എഴുതുക. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിലും ക്യാഷ് ഇൻ ഹാൻഡ് ഡെറ്റേഴ്സും സ്റ്റോക്കും അസറ്റ് സൈഡിലും എഴുതി വേറെ അസറ്റുകളൊന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ശ്രദ്ധിക്കുക. അവസാനത്തെ ക്ലോസിംഗ് ഇയറിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അല്ലാണ്ട് റെൻറ്റിൻ്റെ ഫിഗർ തന്നിട്ടുള്ള 1400 അങ്ങനെ ഒരു ഫിഗറും എഴുതാൻ പാടില്ല. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ലയബിലിറ്റീസ് മാത്രം എഴുതുക. 325 ആൻഡ് 300 ഇത് ടോട്ടൽ ചെയ്തിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 625 എന്നുള്ള ഈ ഫിഗർ ഔട്ടർ കോളത്തിൽ ഇടണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് നമ്മളിപ്പം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്ന് പറയുന്നത് 5,425. അതിൽ നിന്നും തന്നിരിക്കുന്ന ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതിനുശേഷം 12,665 എന്നുള്ള ഫിഗർ തരുന്നു. ഇത് ടാലി ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടാലി ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഒരു മിസ്സിംഗ് ഫിഗേഴ്സും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ ഉള്ള ഫിഗേഴ്സ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ മിസ്സിംഗ് ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പറേഷനും നടക്കുന്നത്.